നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സും പിന്നെ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിക്സും എല്ലാം പഠിച്ചു. എങ്ങനെയാണ് ക്യാൻഡിൽസ് ഫോം ആവുന്നതെന്ന് പഠിച്ചു. പിന്നെ 2 ക്യാൻഡിൽ പാറ്റേൺസ് നമ്മൾ പഠിച്ചു. മൂവിങ് ആവറേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, പ്രൈസ് ആക്ഷൻ ആൻഡ് മൂവിങ് ആവറേജ്. സോ ഈ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ആക്ച്വലി എന്താണ് അനലൈസ് ചെയ്യുന്നത്? നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഡാറ്റയാണ് അല്ലേ. ഡാറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? പ്രൈസ് മൂവ്മെന്റ്സ്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങനെയാണ് മാർക്കറ്റിനകത്ത് മൂവ് ചെയ്യുന്നത്, XYZ റീസൺസിനെ കൊണ്ട് ഓരോ ദിവസവും അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് എത്രയാണ്, അന്ന് ട്രേഡ് ചെയ്ത മാക്സിമം പ്രൈസ് എത്രയാണ്, ഏറ്റവും താഴ്ന്ന പ്രൈസ് എത്രയാണ്, ക്ലോസിംഗ് പ്രൈസ് എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ക്യാൻഡിൽസിൽ അനലൈസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലോസിംഗ് പ്രൈസിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഒരു ലൈൻ ഫോം ആവും, അല്ലെങ്കിൽ ആ ലൈനാണ് ആക്ച്വലി മൂവിങ് ആവറേജ് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മേജർലി മൂന്ന് മൂവിങ് ആവറേജ് ആണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് സിമ്പിൾ മൂവിങ് ആവറേജും, ഒരു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും, പിന്നെ ഒന്ന് വെയ്റ്റഡ് മൂവിങ് ആവറേജും ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് ആൻഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഇന്ന് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് എന്താണ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സോ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ എക്സ് നമ്പർ ഓഫ് ഡേയ്സ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 10 ദിവസമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ആ 10 ദിവസത്തെ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ട് അതിനെ നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനെ നമ്മൾ അതിനെ ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ടോട്ടലിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് ആ 10 ഡേയുടെ ഒരു മൂവിങ് ആവറേജ് നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഇത് SBIയുടെ ഒരു മൂവിങ് ആവറേജ് ആണ്. സോ അതിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് വെച്ചിരിക്കുന്നത്? സിമ്പിൾ മൂവിങ് ആവറേജ്, ക്ലോസിംഗ് പ്രൈസ് 1, 2, 3, 3 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനെ ആഡ് ചെയ്തുകൊണ്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ആയിരിക്കും 3 ദിവസത്തെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. സോ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ NSEയുടെ വെബ്സൈറ്റിൽ പോവാം, NSE ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവാം. നമ്മളൊരു സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ SBI ടൈപ്പ് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പൺ ആയിട്ട് വരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് മുകളിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് എല്ലാം കാണാം. കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനകത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും ഇതിന്റെ മറ്റു ഡാറ്റാസ് എല്ലാം നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാണ്. ജൂലൈ 1 മുതൽ ഇന്ന് വരെയുള്ള ഡാറ്റ ഞാൻ ഡൗൺലോഡ് ചെയ്യണം. ഈ ഡാറ്റ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ക്ലോസിംഗ് പ്രൈസ് ആണല്ലോ എടുക്കുന്നത്. സോ അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. ക്ലോസിംഗ് പ്രൈസ് മാത്രം മതി നമുക്ക്. ബാക്കിയുള്ള ടാബ്സ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു സീരിയൽ നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന്. നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരു 10 ഡേയ്സിന്റെ മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഈ 10ാമത്തെ ദിവസം പോയിട്ട് ഇവിടെ അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആവറേജ് ഈ 10 ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ 10 ദിവസത്തിന്റെ ആവറേജ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തടുത്ത ദിവസങ്ങളിൽ 10 ഡേ മൂവിങ് ആവറേജ് കിട്ടും. സോ ഈ ദിവസം നോക്കുകയാണെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ 10 ദിവസത്തെ ഒരു ആവറേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് അതിന്റെ തൊട്ട് മുന്നത്തെ 10 ദിവസത്തെ ആവറേജ്. ഇങ്ങനെ 10 ദിവസത്തെ പ്രീവിയസ് ആവറേജിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രാഫ് ഫോം ചെയ്യും അല്ലേ. ഈ ഗ്രാഫിനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊന്ന് ഗ്രാഫും വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മളൊരു ഗ്രാഫ് ഇൻസെർട്ട് ചെയ്യാം. നമുക്ക് ഒരു ലൈൻ വന്നു അല്ലേ. ഈ ലൈൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഇരിക്കുന്ന ഓരോ ദിവസത്തെയും പ്രൈസിന് ഒരു ഗ്രാഫിനകത്ത്
കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ ഇതിന്റെ മൂവിങ് ആവറേജ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇത് എത്ര ദിവസത്തെ മൂവിങ് ആവറേജ് ആണ്? 10 ഡേയുടെ ആവറേജ് ആണ് നമ്മൾ ഇതിലെല്ലാം എടുത്തിരിക്കുന്നത്. സോ ഇത് 10 ഡേ മൂവിങ് ആവറേജ് ആണ്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് നമ്മളുടെ ചാർട്ട്, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ചാർട്ടിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. നമുക്ക് ആദ്യം സൈറ്റിൽ പോയിട്ട് നമ്മളുടെ ഇത് ഓപ്പൺ ചെയ്യാം. investing.com ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ investing.com സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളിവിടെ SBI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. SBI എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ ഇവിടെ SBIയുടെ ടെക്നിക്കൽ ചാർട്ട് ഓപ്പൺ ആയി വരും. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചാർട്ടാണ് വരിക? മുന്നിൽ ഏരിയ ചാർട്ടാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഏരിയ ചാർട്ടിനെ നമ്മൾ നേരെ ക്യാൻഡിൽ ചാർട്ടിലേക്ക് മാറ്റുന്നു. ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിൽ ചാർട്ട് ഓപ്പൺ ആയിട്ട് നിൽപ്പുണ്ടല്ലേ. സോ ഇതിനകത്തേക്ക് നമ്മൾ മൂവിങ് ആവറേജസിന് ആഡ് ചെയ്യാണ്. സോ ഇവിടെ മുകളിലത്തെ ഈ ടാബുകളിൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കാണിക്കുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ഈ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യാം. അവിടെ കേട്ടോ മൂവിങ് ആവറേജ് എന്ന് വരും. ഇതിനകത്ത് സിമ്പിൾ മൂവിങ് ആവറേജ് എന്നല്ല കാണിക്കാം, വെറും മൂവിങ് ആവറേജ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. സോ മൂവിങ് ആവറേജിന് നമ്മൾ എടുക്കുന്നു. സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് മൂവിങ് ആവറേജ് ആയിട്ട് ഇവിടെ വരുന്നത്. സോ ഒരു ലൈന് ഫോം ആയല്ലേ ഇവിടെ, ഈ ഒരു ലൈന് ഫോം ആയി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ 9 എന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. സോ ഇത് 9 ഡേ മൂവിങ് ആവറേജ് ആണ് വന്നത്. നമ്മൾ ഇതിന്റെ സെറ്റിങ്സിനകത്ത് വരുന്നു. ഇവിടെ ഒരു കാണാം, ഒരു ഗിയർ ബട്ടൺ കാണാം. അവിടെ അതിന് ഫോർമാറ്റ് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് മാറ്റാം. ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് എത്ര ദിവസം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ 10 ദിവസമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റൈലിൽ വന്നിട്ട് ഞാൻ ഇതിന് കളറെല്ലാം മാറ്റി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ ലൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു 10 ഡേയുടെ ഒരു മൂവിങ് ആവറേജ് ലൈൻ ഇവിടെ ഫോം ആയി അല്ലേ. ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ ഒരു മൂവിങ് ആവറേജ് കാണിക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എനിക്ക് 493.26 എന്ന് പറയുന്ന ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഇതിന്റെ 10 ദിവസം മുന്നേ ഉള്ള ആവറേജ് ആണ് അവിടെ ആ ഒരു നമ്പറായിട്ട് കാണിക്കുന്നത്. ഇത് ഞാൻ നേരെ മാറ്റിയിട്ട് ഇവിടെ 10ന് പകരം ഈ ഇൻപുട്ട് ഞാൻ 20 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും കാണിക്കുക? പ്രീവിയസ് 20 ഡേയ്സിന്റെ മൂവിങ് ആവറേജിന്റെ ലൈനാണ് ഓരോ ക്യാൻഡിലിന്റെയും താഴെയായിട്ട് കാണുന്നത്, ഇവിടെ ഓരോ ക്യാൻഡിലിന്റെയും മുകളിലായിട്ട് കാണുന്നത്. സോ മൂവിങ് ആവറേജ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഒരു മൂവിങ് ആവറേജ് ഉണ്ട്, ഇതൊരു 10 ഡേ മൂവിങ് ആവറേജ് ആണ്. ഇനി നമുക്ക് കൂടുതൽ മൂവിങ് ആവറേജസ് ആഡ് ചെയ്യാം. സോ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. സോ ഇത് ഇനി അടുത്തത് വേണമെങ്കിൽ എനിക്കൊരു 20 ഡേ മൂവിങ് ആവറേജിനെ ഇവിടെ ആഡ് ചെയ്യാം. സോ 20 ഡേ മൂവിങ് ആവറേജിനെ ഞാൻ ആഡ് ചെയ്ത് വെക്കാം. സോ എന്താണ് ഒരു മൂവിങ് ആവറേജ് ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും പിന്നെ സെലക്ട് ചെയ്യാമെന്ന് മനസ്സിലായി. ഇതിപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് എന്തിനാണ് ഈ ഒരു മൂവിങ് ആവറേജസ് എല്ലാം നമ്മൾ പഠിക്കുന്നതെന്ന്? സോ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സാധനം, ലെറ്റ്സ് സേ നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ പോവാണ്, നമ്മൾ മത്തി വാങ്ങിക്കാൻ പോവാണ് മാർക്കറ്റിൽ. നമ്മൾ മത്തി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 കിലോ മത്തി സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു 100 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം മാർക്കറ്റിൽ നിന്ന്. സോ നമ്മൾ സ്ഥിരമായിട്ട് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് മത്തിയുടെ വില 150 രൂപയാണ്. സോ നമ്മൾ ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലെ, ഇത് ഒരുപാട് കൂടുതൽ പ്രൈസാണ്. നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ട് 50% മുകളിലാണ് ഇതിന്റെ പ്രൈസ്. നമ്മളിത് വാങ്ങിക്കുന്നില്ല. കാരണം എന്താ? അവിടെ പ്രൈസ് അധികമാണെന്ന് നമുക്കറിയാം. നമ്മൾക്ക് അവിടെ ഒരു ആവറേജ് വാല്യൂ നമുക്കറിയാം അല്ലെ. ഒരു 95 രൂപയ്ക്കോ 105 രൂപയ്ക്കോ ഒക്കെ കിട്ടേണ്ട മത്തിയാണ്, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ആവറേജിൽ ട്രേഡ് ചെയ്യുന്ന മത്തിയാണെന്ന് 150 രൂപയ്ക്ക് വിൽക്കുന്നു. നമ്മൾ മത്തി വാങ്ങുന്നില്ല, അന്ന് നമ്മൾ അയലയും വാങ്ങിയിട്ട് തിരിച്ചു വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ മീനെ വാങ്ങിക്കില്ല. ഇനി മറ്റൊരു ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ 100 രൂപയുടെ മത്തി വിൽക്കുന്നത് 50 രൂപയ്ക്കാണ്. സോ അവിടെ നമുക്കറിയാലേ മത്തിയുടെ ആവറേജ് വില 100 രൂപയാണ്. ഒന്നിക്കൽ ഈ മത്തി കേടായിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കടലിൽ കൂടുതൽ മത്തി കിട്ടിയിട്ടുണ്ടാവും. സോ മടലിൽ കൂടുതൽ മത്തി കിട്ടിയ ദിവസമാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മത്തി കേടായതാണോ എന്ന് നമ്മളവിടെ ഒരു സംശയത്തോടെ നോക്കുക അല്ലേ. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റോക്കിലും മൂവിങ് ആവറേജസ് യൂസ് ചെയ്തുകൊണ്ട് വാങ്ങിക്കുന്നത്. മൂവിങ് ആവറേജിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ മൂവിങ് ആവറേജ് പ്രൈസിലേക്ക് തിരിച്ചു വരാനുള്ള
സാധ്യതയുണ്ട്. നേരെ തിരിച്ച് ഒരു പെർട്ടിക്കുലർ റീസണെ കൊണ്ടല്ലാതെ തന്നെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് മൂവിങ് ആവറേജസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മത്തി വാങ്ങിക്കുന്നത്. നമുക്ക് സ്ക്രീൻ ഒന്നും കൂടി നോക്കാം. നിങ്ങൾ കണ്ടല്ലേ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 20-day മൂവിങ് ആവറേജ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണല്ലേ 20-day മൂവിങ് ആവറേജ്. നിങ്ങൾ ഈ ക്യാൻഡിൽസ് ഫോം ആവുന്നത് നോക്കൂ. ഇതിനോട് മുകളിലേക്ക് എപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു 20-day മൂവിങ് ആവറേജിനോട് അത് ചേർന്ന് വരാൻ എപ്പോഴും അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. കണ്ടോ, ഇത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഇനി നമുക്ക് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്താണെന്ന് നമുക്ക് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്താണെന്ന് നോക്കാം. സോ സിമ്പിൾ മൂവിങ് ആവറേജിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 50-day മൂവിങ് ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഏകദേശം ഒരു 2-2.5 മാസക്കാലമായിരിക്കുമല്ലേ 50-day എന്ന് പറയുന്നത്, ഒരു 3 മാസക്കാലം. ഹോളിഡേയ്സും പിന്നെ ലീവ് ഡേയ്സും എല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസം പീരീഡാണ് ഈ ഒരു 50-day എന്ന് പറയുന്നത്. സോ ഈ ഒരു സിമ്പിൾ മൂവിങ് ആവറേജ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിനും 50 ദിവസം മുന്നേ ഉള്ള ക്ലോസിംഗ് പ്രൈസിനും ഒരേ വാല്യൂ ആണ് ഈ സിമ്പിൾ മൂവിങ് ആവറേജ് കൊടുക്കുന്നത്. അതായത് ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ ഒരു 50 ദിവസം മുന്നേ നമുക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഉണ്ടാവും. മാർക്കറ്റിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. സോ ആ സമയത്തുള്ള പ്രൈസിന് ഇന്നലത്തെ പ്രൈസിന്റെ സെയിം വെയിറ്റേജ് കൊടുക്കുന്നത് അത്ര ലോജിക്കലി കറക്റ്റ് അല്ല. സോ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റീസെന്റ് ക്യാൻഡിൽസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇമേജിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റീസെന്റ് ക്യാൻഡിൽസ്, അതായത് ലാസ്റ്റ് 3 ക്യാൻഡിൽസിന്റെ വെയിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 40%. അതിന്റെ മുന്നത്തെ 7 ക്യാൻഡിൽ, അതായത് 10 ദിവസത്തെ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ മുന്നത്തെ 7 ക്യാൻഡിലിന് നമ്മൾ 60% കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഈച്ച് ക്യാൻഡിലിന് റീസെന്റ് ക്യാൻഡിലിന് 13.3%, അതിന്റെ മുന്നത്തെ 7 ക്യാൻഡിൽസിന്റെ ഈച്ച് ക്യാൻഡിലിന് 8.5% ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ആവറേജ് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത്, സോ നമ്മൾ ഇതിന്റെ ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോർമുല പറയുന്നത് എന്താണ്? ടുഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് മൈനസ് EMA പ്രീവിയസ് ഡേ ഇൻറ്റു മൾട്ടിപ്ലയർ പ്ലസ് EMA പ്രീവിയസ് ഡേ, അതായത് തൊട്ട് മുന്നത്തെ EMA. സോ ഇവിടെ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അല്ലേ? സോ എന്താണ് ഈ മൾട്ടിപ്ലയർ? മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ട് 2 ഡിവൈഡഡ് ബൈ ടൈം പീരിയഡ് പ്ലസ് 1 എന്നാണ് പറയുന്നത്. സോ എന്താണ് ടൈം പീരീഡ് എന്ന് നമ്മൾ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ നേരത്തെ ചാർട്ട് എടുത്ത് നോക്കിയ സമയത്ത് നമ്മളിവിടെ രണ്ടെണ്ണം വരച്ചു വെച്ചു അല്ലെ? ഒന്ന് 20 ഡേയും വരച്ചു, ഒന്ന് 10 ഡേയും വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോ ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 2 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് പ്ലസ് 1, അതാണ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ. EMAയുടെ ഫോർമുല എന്താണ്? ടുഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് മൈനസ് EMA പ്രീവിയസ് ഡേ ഇൻറ്റു മൾട്ടിപ്ലയർ പ്ലസ് 1. ഇതാണ് EMA ഫോം ചെയ്യാനുള്ള ഒരു ഫോർമുല. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച എക്സലിലേക്ക് പോയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. സോ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഇത് നമ്മളുടെ SMA ആണ് അല്ലെ? സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. നമുക്ക് നമ്മൾ എന്താണ് EMA ആണ് എടുക്കുന്നത്. ഓക്കെ, സോ EMA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ മുന്നേ ഇവിടെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഫോർമുല ഉണ്ടല്ലോ. ഈ ഫോർമുല നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് വെക്കാം. ഫോർമുല ഇനി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ നമുക്ക് കോപ്പി ചെയ്യാം. സോ മൾട്ടിപ്ലയറിന്റെ ഇക്വേഷനും കോപ്പി ചെയ്തു, EMAയുടെ ഫോർമുലയും കോപ്പി ചെയ്തിട്ടുണ്ട്. സോ ആദ്യം ഇവിടെ ഒരു ഫാക്ടർ ഉണ്ടല്ലേ, മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ ആദ്യം അപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ 2 ഡിവൈഡഡ് ബൈ 10 ഡേയുടെ ആണല്ലേ നമ്മൾ നോക്കിയത്, 10 പ്ലസ് 1. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇവിടെ 1.2 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് ഇവിടെ കിട്ടി. അതാണ് ഇതിന്റെ മൾട്ടിപ്ലയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ EMA എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം എന്ന് അറിയോ? ഇവിടെ ടുഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് മൈനസ് EMA പ്രീവിയസ് ഡേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേയുടെ EMA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുന്നത്തെ ഡേ EMA നമ്മുടെ കയ്യിൽ ഇല്ല അല്ലെ? ഇവിടെ പ്രീവിയസ് ഡേ EMA എന്ന് പറയുന്നുണ്ട്. സോ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഫസ്റ്റ് EMA ആയിട്ട് നമ്മൾ അതിന്റെ 10 ഡേയ്സിന്റെ സിമ്പിൾ മൂവിങ് ആവറേജിനാണ് നമ്മൾ ഫസ്റ്റ് EMA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 10 ഡേയ്സ് EMA ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതിന്റെ ഫസ്റ്റ് ഡേ സിമ്പിൾ മൂവിങ് ആവറേജിനെയാണ് നമ്മൾ EMA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.
ഇവിടെ വരുന്നത് EMA പ്രീവിയസ് ഡേ തന്നെയാണ് വരുന്നത്. സോ നമുക്കിവിടെ ഇതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ ഒരു വാല്യൂസ് കിട്ടും. സോ ഇതിനെ നമ്മൾ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു ചാർട്ട് കിട്ടി. സോ ഈ രണ്ട് ചാർട്ട് തമ്മിലും വ്യത്യാസമുണ്ട് അല്ലേ? സോ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു മൂവിങ് ആവറേജ് ആയിരിക്കും. ഇതിന് കുറച്ചും കൂടി റെലവൻസ് ഉണ്ടാവും. കാരണം ഇത് റീസെന്റ് ക്യാൻഡിൽസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതിനെ കൊണ്ട് അതിന് കുറച്ചും കൂടി ഒരു റെലവൻസ് ഉണ്ടാവും. സോ നിങ്ങൾ ആരും ഈ ഒരു കാൽക്കുലേഷൻ ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട. ഇതൊന്നും നമുക്ക് എവിടെയും യൂസ് ചെയ്യേണ്ടി വരില്ല. ഇതൊന്നും നമ്മൾ എവിടെയും എടുത്തിട്ട് അപ്ലൈ ഒന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് എന്താണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും എന്താണ് സിമ്പിൾ മൂവിങ് ആവറേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും കാൽക്കുലേഷൻ ഒക്കെ ഇവിടെ കാണിച്ചത്. നമ്മളുടെ ട്രേഡിങ്ങിനകത്തൊന്നും ഇത് യൂസ് ചെയ്യില്ല. ഇനി നമ്മൾ മുന്നോട്ട് വരുന്ന നമ്മൾ പഠിക്കുന്ന എന്താ പറയാ സ്ട്രാറ്റജീസിലെല്ലാം ഞാൻ EMAs ആണ് യൂസ് ചെയ്യുക മൂവിങ് ആവറേജ് ആയിട്ട്, SMAs അല്ല. സോ എന്തുകൊണ്ടാണ് അത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ മൂവിങ് ആവറേജ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. സോ അവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, അവോയ്ഡ് ബൈയിങ് ഓർ സെല്ലിംഗ് ഇഫ് ദ പ്രൈസ് ഈസ് ഫാർ അവേ ഫ്രം ദി മൂവിങ് ആവറേജസ്. സോ നമ്മൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു മൂവിങ് ആവറേജിനോട് ചേർന്നിരിക്കുന്ന സമയത്ത്, ക്യാൻഡിൽസ് ചേർന്നിരിക്കുന്ന സമയത്ത് അവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയത്താണ് നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എല്ലാം നോക്കുക. ഇത് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ക്യാൻഡിൽസ് മൂവിങ് ആവറേജിന്റെ ഒരുപാട് മുകളിലാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എപ്പോഴും താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് എൻട്രി അവോയ്ഡ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നതെന്ന് വെച്ചാൽ മൂവിങ് ആവറേജസിന്റെ ഒരുപാട് താഴത്തേക്ക് ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ഷോർട്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു ബെറ്റർ റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ കിട്ടും. നമ്മളുടെ ലോസ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ എന്താ പറയുന്നത്? യൂസ് മൂവിങ് ആവറേജ് ആസ് വാല്യൂ ട്രേഡിംഗ് ഇൻ മാർക്കറ്റ്. സോ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു മൂവിങ് ആവറേജിനോട് ചേർന്ന് വരുന്ന സമയത്ത്, അപ്പൊ നമ്മളുടെ എൻട്രി നമ്മൾ എന്താ പറയുക, ലോങ് ടേം ആണോ, മിഡ് ടേം ആണോ, ഷോർട്ട് ടേം ആണോ, ഇൻട്രാഡേ ആണോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. കഴിയുന്നതും ഈ ഒരു മൂവിങ് ആവറേജിനോട് ചേർന്നുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സോ ഈ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ എൻട്രി എടുക്കാം ഓൺ ബൈയിങ് സൈഡ്. തിരിച്ച് ഇതിനെ കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഓൺ സെല്ലിംഗ് സൈഡ്. പിന്നെ എന്താണ് പറയുന്നത്? ദർ ഈസ് നോ ബെസ്റ്റ് മൂവിങ് ആവറേജ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവിങ് ആവറേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ട്രേഡിനനുസരിച്ചിട്ടും നമ്മൾ ഏത് സ്ക്രിപ്റ്റിലാണോ ട്രേഡ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അല്ലാണ്ട് നമുക്ക് 20 ഡേ മൂവിങ് ആവറേജ് ആണ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ 50 ഡേ മൂവിങ് ആവറേജ് ആണ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ 100 ആണ്, 200 ആണ്, 144 ആണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ട്രേഡ് എടുക്കുകയാണ്, ഒരു ഷോർട്ട് ടൈം ട്രേഡ് എടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 9 ഡേ മൂവിങ് ആവറേജ് അതിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം അല്ല, ഒരു 1 വീക്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു 20 ഡേ മൂവിങ് ആവറേജ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു മിഡ് ടേം എൻട്രി ആണെങ്കിൽ 50 ഡേ മൂവിങ് ആവറേജിന്റെ അടുത്ത് എടുക്കുന്നതായിരിക്കും റിസ്ക് റിവാർഡ് കൂടുതൽ. സോ അങ്ങനെയാണ് നമ്മൾ മൂവിങ് ആവറേജസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ സ്റ്റോക്കിന്റെ ഒരു ബിഹേവിയറും കൂടി നമ്മൾ നോക്കണം. സോ ഒരു 20 ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മൂവിങ് ആവറേജും, ഒരു 50 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്ട്രോങ് മൂവിങ് ആവറേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഹെൽത്തി, എന്താണ് സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഷെയർ 20 ഡേ മൂവിങ് ആവറേജിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ സ്റ്റോക്ക് വളരെ ഹെൽത്തി ആണ്, അതിനകത്ത് കറക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനോട് ചേർന്ന് കൊണ്ട് പോവുകയാണെങ്കിൽ അത് അതിന്റെ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും, ഒട്ടും വീക്കല്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കാന്ന് പറയാം. അതാണ് ഒരു ഹെൽത്തി എന്ന് പറയുന്നത്. ഇത് 20 ഡേ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 50 ഡേ മൂവിങ് ആവറേജിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റിൽ ഓൺ ആ ഒരു പെർട്ടിക്കുലർ ട്രെൻഡിന്റെ കൂടെ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ഇത് 50 ഡേ മൂവിങ് ആവറേജിന്റെ താഴെ പോകുന്നത് അവിടെ ഇതിന്റെ ട്രെൻഡ് വീക്കായി എന്നാണ് നമ്മൾ പറയാം. ഇതിന്റെ ട്രെൻഡ് വീക്ക് ആയിട്ടുണ്ട്, നമ്മൾ കോഷ്യസ് ആവേണ്ട ടൈം ആയിട്ടുണ്ട്. ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നിന്ന്
നമ്മൾ മെല്ലെ എക്സിറ്റ് എടുക്കാനുള്ള ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ ആണ് ഈ ഒരു 50-day മൂവിങ് ആവറേജിന്റെ താഴത്തേക്കുള്ള ക്രോസ് തരുന്നത്. സോ സ്റ്റോക്ക് നമ്മൾ എന്താ പഠിച്ചത്, എപ്പോഴും ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൂവിങ് ആവറേജിലായിരിക്കും. സോ പൊതുവെ ഒരുവിധം സ്റ്റോക്കുകളെല്ലാം 50-ഡേയുടെ മൂവിങ് ആവറേജിനെ റെസ്പെക്ട് ചെയ്യും. നമുക്കൊന്ന് മൂവിങ് ആവറേജസ് മാറ്റാം. നമ്മൾ EMA ആണ് എടുക്കുന്നത് പറഞ്ഞല്ലേ, ഇപ്പം ഇത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. നമ്മൾ എങ്ങനെയാണ് EMA സെലക്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടെ വരുന്നു, EMA എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് വരും. സോ നമ്മളിവിടെ ഒരു 3 മൂവിങ് ആവറേജ് ഞാൻ ഇവിടെ എടുത്തിട്ടാണ്. സോ ഫസ്റ്റ് ആദ്യം ഞാൻ ഒരു 9-ഡേ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ നമുക്ക് 10-ഡേ മൂവിങ് ആവറേജ് ആക്കാം. 10-ഡേ പിങ്ക് കളർ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഒരു ബ്ലൂ ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇൻപുട്ട് 20 കൊടുക്കുന്നു. ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ ഇതിന്റെ ഡേയ്സ് എത്ര ഡേയുടെ ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു 50-ഡേ കൊടുക്കുന്നു. സോ ഈ ഒരു പെർട്ടിക്കുലർ ഷെയർ SBI എന്ന് പറയുന്ന ഒരു ഷെയർ ഈ ഒരു 50-ഡേയുടെ ഇതിനെ ലോങ് ടേം ട്രെൻഡിനെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിയുകയാണെങ്കിൽ പലപ്പോഴും ഇത് ഈ ഒരു 50-ഡേനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം അല്ലെ. പല സ്ഥലത്തും ഇത് കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് ഉണ്ടോ, പല സ്ഥലത്തും ഇത് കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിന് ഇത് അത്ര റെലവെന്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ നമ്പേഴ്സിനെ ഇൻക്രീസ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ 100 എടുക്കുന്ന സമയത്ത് കണ്ടോ ഇവിടെ പല സ്ഥലത്തും ഈ 100-ന്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് കണ്ടോ. സോ ഇതിന് ലോങ് ടേം മൂവിങ് ആവറേജ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 100-ഡേ മൂവിങ് ആവറേജിനെ നമുക്ക് ഇതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡിന്റെ സപ്പോർട്ട് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിയും കൂടി യൂസ് ചെയ്തിട്ട് ഇവിടെ എൻട്രി എടുക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് വിശദമായിട്ട് പിന്നെ പഠിക്കാം. ഞാനിത് മൂവിങ് ആവറേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് മാറ്റിയിട്ട് വേറെ ഒരു സ്റ്റോക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ 4ാമത്തെ പോയിന്റ് ആണ്. മൂവിങ് ആവറേജ് ട്രെൻഡിങ് മാർക്കറ്റിനകത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഒരു സൈഡ് വൈസ് മാർക്കറ്റിനകത്ത് മൂവിങ് ആവറേജ് വർക്ക് ചെയ്യില്ല. ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലോ ഡൗൺ ട്രെൻഡിലോ ആണെങ്കിൽ മാത്രമേ മൂവിങ് ആവറേജസ് വർക്ക് ചെയ്യുള്ളൂ. ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേകിച്ച് ഒരു ട്രെൻഡും ഇല്ല ന്യൂട്രൽ ആയിട്ട് പോകുന്ന സമയത്ത് മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. സോ ഇത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഒരു കണ്ടോ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്, അവിടെ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഇത് ഈ ഏരിയയിൽ ഇവിടെയൊക്കെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മോഡിലാണ് പോകുന്നത്. സൈഡ് വൈസ് മോഡിൽ പോകുന്ന സമയത്ത് മൂവിങ് ആവറേജ് വെച്ചുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാനോ എക്സിറ്റ് എടുക്കാനോ നമ്മൾ നോക്കരുത്. അവിടെ വേറെ ഏതെങ്കിലും ഇത് നമ്മൾ യൂസ് ചെയ്യണം. വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കേണ്ടത്. സോ എന്തൊക്കെയാണ് ഇനി ഇതിനകത്തൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഒരു 20-50 ക്രോസ് ഓവർ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സോ എന്താണ് 20-50 ക്രോസ് ഓവർ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പിങ്ക് ലൈന് ഏതാണ്, സോറി നമ്മൾ ഈ ബ്ലാക്ക് ലൈന് 50-ഡേ മൂവിങ് ആവറേജ് ആണ്. ഈ ബ്ലൂ ലൈന് 20-ഡേ മൂവിങ് ആവറേജ് ആണ് അല്ലെ. ലൈന് താഴെ നിന്നും മുകളിലേക്ക് ബ്ലാക്ക് ലൈന് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് നമുക്കിതിൽ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് നമ്മളുടെ 8-ഡേയോ 9-ഡേയോ 10-ഡേയോ ഒരു മൂവിങ് ആവറേജ് കൂടി നമ്മൾ എടുത്തു വെക്കണം. നമുക്ക് ഇവിടെ 9-ഡേ മൂവിങ് ആവറേജ് എടുത്തു വെക്കാം. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു എൻട്രി എന്നുള്ളത്. സോ ഒരു 9-ഡേ മൂവിങ് ആവറേജ് ബ്ലൂ ലൈൻ അതായത് 20-യുടെ മുകളിലായിരിക്കണം. 20-ഡേ മൂവിങ് ആവറേജ് 50-യുടെ മുകളിലായിരിക്കണം. നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് 20-ഡേ മൂവിങ് ആവറേജ് 50-ഡേ മൂവിങ് ആവറേജിനെ താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുമ്പോൾ, അതായത് 20-ഡേ മൂവിങ് ആവറേജ് 50-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു റെസിസ്റ്റൻസ് ഫോം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. സോ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു വെക്കുക.
നമ്മളിവിടെ ഒരു SR ലൈൻ വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു SR ലൈൻ ഉണ്ട്. ഈ ലൈൻ വരച്ചു വെക്കാം. സോ ഇത് ഇവിടെ ഈ ഒരു ക്യാൻഡിലിനകത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതേപോലെ കണ്ടോ, തിരിച്ച് താഴത്തേക്ക് ഈ ഒരു കണ്ടോ 8 ഡേ മൂവിങ് ആവറേജ് മുകളിലേക്ക് പോയി. ഈ ഒരു 9 ഡേ മൂവിങ് ആവറേജ് 20 ഡേ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബിയറിഷ് സൈൻ ആണ്. അവിടെ നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാം. തിരിച്ച് ഈ ഒരു ലൈൻ ഇനി രണ്ടാമതും മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അവിടെ എൻട്രി പ്ലാൻ ചെയ്യാം. സോ ഇതിലിപ്പോൾ ഇവിടെ മാത്രമേ ആകെ ഒരു എൻട്രി കാണിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും എൻട്രി ഇല്ല. നമ്മൾ പ്രീവിയസ് ഇതിൽ നോക്കുകയാണെങ്കിൽ നേരെ മറിച്ച് നമ്മളുടെ 50 ഡേ മൂവിങ് ആവറേജ് 20 ഡേനെ താഴത്തേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യാം. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ബ്ലൂ ലൈൻ ഇവിടെ മുകളിലേക്ക് കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ ബ്ലൂ ലൈന് താഴത്തേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി. എക്സിറ്റ് നമ്മൾ അതിന്റെ മുന്നേ എടുക്കും. നമ്മൾ വേറെ പല സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ എക്സിറ്റ് എടുക്കുക. ഇത് ഇവിടുന്ന് മുകളിലേക്ക് കട്ട് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ എക്സിറ്റ് എടുക്കാൻ SR ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ വേറെ പല രീതികളിലും നമുക്ക് എക്സിറ്റ് എടുക്കാം. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു ഒരു ഷോർട്ടിങ് പ്ലാൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു ബൈ പ്ലാൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു ഷോർട്ടിങ് പ്ലാൻ ചെയ്യാം. സോ ഇതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ആരും ഇപ്പോൾ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് മൂവിങ് ആവറേജ് വെച്ചിട്ട് എന്താണ് ഇതിന്റെ ഒരു യൂസ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. മൂവിങ് ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലെല്ലാം മൂവിങ് ആവറേജ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് ആണ് നമ്മൾ അധികവും നോക്കുക. ഇനി ഇപ്പം മാർക്കറ്റ് എല്ലാവരും ഇങ്ങനെ ഒരു പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ, മാർക്കറ്റ് താഴെ വീഴുമോ അല്ലെങ്കിൽ എപ്പോൾ താഴെ പോകും എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏതെങ്കിലും സ്റ്റോക്ക് ലോങ് ടേമോ മിഡ് ടേമോ ഷോർട്ട് ടേമോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 50 ഡേ മൂവിങ് ആവറേജിനെ വോളിയത്തിന്റെ കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യും. ഇപ്പോഴത്തെ മാർക്കറ്റിനകത്ത് അത് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ സ്റ്റോക്കിൻ്റെയും 50 ഡേ മൂവിങ് ആവറേജിൽ ഞാൻ താഴത്തേക്ക് പോകുന്നതിനെല്ലാം കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ ആണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മളുടെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്ന് പറയും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മൂവിങ് ആവറേജ് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്റ്റോക്കിനകത്തും ആ സ്റ്റോക്ക് 144 ഡേ മൂവിങ് ആവറേജിന്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിയുന്നതും അതിൽ ട്രേഡ് എടുക്കാതിരിക്കുക. തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. 144 ഡേ മൂവിങ് ആവറേജിന്റെ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഭാവിയിൽ ലാഭം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.